Hello everyone, welcome back to Surya's Travel and Cooking World. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ഐറ്റം ആയിട്ടുള്ള ചിക്കൻ ഫ്ലവർ പോട്ട് ആണ്. അപ്പോൾ നമുക്ക് ഫ്ലവർ പോട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മാവ് റെഡിയാക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്സിനായിട്ടുള്ള ചിക്കൻ റെഡിയാക്കണം. ഞാനിവിടെ 100 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കൻ തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ പൊടിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കി ഞാനതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ വേവിച്ച് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ചിക്കൻ ഫ്ലവർ പോട്ടിനായിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്സ് റെഡിയായി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്കിനി എടുക്കാം. ഇനി നമുക്ക് ഓരോ ബോൾസും ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി വലുതായിട്ട് പരത്തേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ചെറിയൊരു വട്ടമാക്കിയാൽ മതി. ഈ ഒരു വലുപ്പത്തിന് പരത്തിയെടുത്താൽ മതി. നമുക്ക് ഫ്ലവർ പോട്ട് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലവർ പോട്ട് തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുക്കാം. ഇനി നമുക്ക് ഓരോ പൂരി വെച്ചെടുത്ത് നമ്മൾ സ്റ്റീൽ ഗ്ലാസിൻ്റെ പുറത്തേക്ക് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ നിന്ന് പതുക്കെ ഇതൊന്ന് വിടിവിച്ചെടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലവർ പോട്ടിനുള്ള ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പൂരിയും കൂടെ അതേപടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ ഗ്ലാസിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക, എണ്ണയിലേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ പോട്ടിനുള്ള ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സിനായിട്ടുള്ള സാലഡ് ഇവിടെ റെഡിയാക്കണം. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ലൈം ജ്യൂസാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിങ്സിനായിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മയോണീസാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു എഗ്ഗും 2 അല്ലി വെളുത്തുള്ളിയും 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ഷുഗറും 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഗാർലിക്കും ഷുഗറും സോൾട്ടും അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്നത് റിവേഴ്സിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് റിവേഴ്സിൽ എഗ്ഗ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് നമ്മൾ അടിച്ചെടുക്കണം. അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് റിവേഴ്സിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മയോണീസ് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ പോട്ട് തയ്യാറാക്കാനായിട്ട് ഓരോ പൊടിയിലേക്കും ഞാനിവിടെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെച്ചാണ് ഞാനിവിടെ വെക്കുന്നത്. ഇനി നമുക്ക് സാലഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഫില്ലിങ്സിന് മുകളിലായിട്ടാണ് നമ്മൾ സാലഡ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോണീസ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയ ചിക്കൻ ഫ്ലവർ പോട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.